ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഗോവിന്ദചാമിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു. ജയിലിൽ നിന്ന് ചാടി ട്രെയിൻ മാർഗം രക്ഷപ്പെടാനാണ് പദ്ധതിയിട്ടത്. നടന്നു പോകുന്നതിനിടെ ഒരു ആശുപത്രി ഭാഗത്തു നിന്നും വഴിതെറ്റി ഇടവഴിയിലൂടെ കറങ്ങി DCC ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴാണ് ആളുകൾ കണ്ടതെന്നും ഗോവിന്ദചാമി മൊഴി നൽകി. ശിക്ഷാ ഇളവ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടാനുള്ള തീരുമാനമെടുത്തത്. CK വിജയൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. CK വിജയൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമാണ്. ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്? വിശദമായി അവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ ഈ ഗോവിന്ദചാമി തന്നെ എണ്ണി പറയുന്നത് എന്തൊക്കെ? അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഈ ഗോവിന്ദചാമി കഴിയുന്ന സെല്ലിന്റെ തൊട്ട് മുന്നിലാണ് ഈ വാർഡന്റെ റൂം. അവിടെ വാർഡന്മാരുണ്ട്. വാർഡന്മാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുകയായിരുന്നു. അത് തനിക്ക് വളരെ കൃത്യമായി അറിയാമെന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് താൻ പലതവണ പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം ഇങ്ങനെയായിരുന്നു: ചിലപ്പോൾ ഗ്ലാസ് എടുത്ത് ഈ അഴികളിലൂടെ പുറത്തെറിയും. ആ ശബ്ദം കേൾക്കുന്നുണ്ടോ അവർ എന്ന് പരിശോധിക്കും. അവർ തലയുയർത്തി നോക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ അവർ ഈ ഫോണിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ പ്ലേറ്റ് എടുത്ത് ഒന്നുകൂടി എറിഞ്ഞു നോക്കും. അപ്പോഴും അവർ നോക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഗോവിന്ദചാമി അദ്ദേഹത്തിൻ്റെ അഴിയറുക്കൽ എന്ന് പറയുന്ന പണി തുടങ്ങുകയായി. അപ്പോൾ ഇത്രയും നാളുകളായി, ഏതാണ്ട് 4 മാസത്തിലധികമായി താൻ ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും അവർ വന്ന് പരിശോധിക്കുകയോ നോക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവസാനം ഈ അഴി, അതായത് ഈ സെല്ലിൻ്റെ അഴി ഏതാണ്ട് 100 വണ്ണത്തിലായി എന്നാണ് ഗോവിന്ദചാമി തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ 100 വണ്ണത്തിലായതിനു ശേഷമാണ് താൻ അത് പൊട്ടിച്ചത്. അങ്ങനെ പൊട്ടിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് എത്തി. അതിനുവേണ്ടി താൻ ഒരു കമ്പിയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെ തന്നെ തേച്ച് അരം പോലെയാക്കി അത് ഉപയോഗിച്ചായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട മൊഴി. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് ഗോവിന്ദചാമി ജയിൽ ചാടാൻ തീരുമാനിച്ചത് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ശിക്ഷയുടെ കാഠിന്യമാണ് അങ്ങനെ ഒരു പ്രേരണയിലേക്ക് എത്തിയത്. ഈ കാര്യം സഹതടവുകാരോട് പലതവണയായി പറയുകയും അവർക്കെല്ലാം തന്നെ തന്നോട് സഹതാപം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ചേട്ടൻ തൻ്റെ കഴിവ് തെളിയിക്കണം എന്ന് പല രീതിയിൽ അവർ പ്രോത്സാഹനം നടത്തി. ആ പ്രോത്സാഹനത്തിൽ നിന്നാണ് താൻ ജയിൽ ചാടാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്നും ഈ മൊഴിക്കകത്തുണ്ട്. അതിനുശേഷം ഇനി ജയിൽ ചാടിയതിനു ശേഷം ദേശീയപാതയുടെ അരികിൽ ആ മരത്തിൻ്റെ കീഴിൽ കുറച്ചു നേരം നിന്നു. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതിനുശേഷം ഒരാൾ അതുവഴി നടന്നു വന്ന ഒരാളോട് വഴി ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ 5 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്നു. 5 പൈസ കയ്യിലില്ലാത്തതായതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഈ മൊഴിക്കകത്തുണ്ട്. ഈ സെല്ലിൽ നിന്ന് ചാടുമ്പോഴും ഒരു പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല. അത് വലിയ തടസ്സമായി. അതുകൊണ്ട് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. വഴി ചോദിച്ചപ്പോൾ ഒരാൾ ആശുപത്രിയുടെ നേരെ നടന്നു പോകുമ്പോൾ ഒരു ആശുപത്രി കാണും, അവിടെ നിന്ന് വലതുഭാഗത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആശുപത്രി കണ്ടപ്പോൾ അദ്ദേഹം വലതുഭാഗത്തൂടെ യാത്ര ചെയ്തു. അത് ആ വഴി തെറ്റിപ്പോയി. ഇതിനിടയിൽ 2 ആശുപത്രികളുണ്ട്. അപ്പോൾ ആദ്യത്തെ ആശുപത്രി കണ്ടപ്പോൾ തന്നെ വലതുഭാഗത്തൂടെ നടന്നു. അതൊരു ഇടവഴിയിലൂടെ അവസാനം കറങ്ങി തിരിഞ്ഞ് വീണ്ടും വഴി തെറ്റിയെന്ന് മനസ്സിലാക്കി വീണ്ടും ഹൈവേയിലെത്തി. അവിടെ വെച്ചാണ് ആൾക്കാർ ഇയാളെ സംശയത്തിൽ ഈ ഇടവഴിയിലൂടെ ഒരാൾ നടന്നു വരുന്നത് കാണുകയും അതിനുശേഷം ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് താൻ ഓടിയത്. അങ്ങനെയാണ് താൻ പിടിക്കപ്പെട്ടത് എന്നാണ് ഈ മൊഴിയുടെ ഗോവിന്ദചാമി തന്നെ പറയുന്ന വേർഷൻ. ഇനി അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ വീഴ്ചയുടെ കാര്യം. ഈ 3 മണിക്കൂറിലധികം ഇയാൾ ഈ സെല്ലിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 1:15 ജയിൽ അഴി മുറിച്ച് പുറത്ത് കടന്ന് 3:15 പുറത്തേക്ക്, അതായത് വലിയ മതിൽ ചാടി യഥാർത്ഥത്തിൽ പുറത്തെത്തുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ 3 മണിക്കൂറിനകത്ത് ഈ ജയിലിൻ്റെ വളപ്പിൽ താൻ ഉണ്ടായിട്ടും ഒരാൾ പോലും തന്നെ കണ്ടില്ല. ഒരു പരിശോധന പോലും അവിടെ നടത്തിയിട്ടില്ല എന്നും ഗോവിന്ദചാമിയുടെ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.